ഞങ്ങൾക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. പ്രതിപക്ഷ നേതാവേ, അറിയാൻ താല്പര്യമുണ്ട്. കുടുംബ പാരമ്പര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് മടിയുണ്ട്. അത് പറയാൻ പ്രേരിപ്പിച്ചത് ഈ കൊള്ളക്കട പറയേണ്ടി വന്നുകൊണ്ടാണ് ആ കുട്ടിയും കുടുംബവും ക്ഷമിക്കുക. രക്തസാക്ഷിയായിട്ട് ചിത്രീകരിച്ചത് ഘട്ടമായി പോയി. അവരിപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. SFIയുടെ പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ്, SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രക്തസാക്ഷികളുടെ കൂട്ടിൽ വിറ്റി തോമസേ നിങ്ങൾ പെടുത്തിയത് കഷ്ടമായി പോയി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെ, ഞാൻ പറഞ്ഞത് അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ രക്തസാക്ഷികളെ പറ്റി പറഞ്ഞിട്ട് അതിന്റെ രണ്ടാം ഭാഗമാണ്. രണ്ടാം ഭാഗത്തിൽ മരിക്കാതെ കിടക്കുന്ന പുഷ്പനും ജീവിച്ചിരിക്കുന്ന സിന്ധു ജോയിയുമാണ് ഞാൻ പറഞ്ഞത്. സിന്ധു ജോയി എനിക്കറിയാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിച്ചു. വിവേക് തായിക്കണ്ടി സർ, കേരളത്തിലെ ശാസ്ത്രീയ കോളേജുകളുടെ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്, GP നായരുടെ സ്ഥാപനത്തിൽ MBA കഴിഞ്ഞ വിവേക് തായക്കണ്ടി 46 ലക്ഷം രൂപ മുടക്കി ബക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലണ്ടിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അസൂയല്ല സർ. പക്ഷേ പിണറായിയുടെ പല പ്രസ്താവന ആരോപിക്കുന്നു. ചെത്തുകാരന്റെ കൈത്തഴമ്പുള്ള എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം ഇടയ്ക്ക് വെച്ച് ഫീസ് കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിഞ്ഞ എന്റെ ഒരു പൂർവ്വകാലം, ആ പൂർവ്വകാലത്തു നിന്നും 46 ലക്ഷം രൂപ മുടക്കി വിവേക് തായിക്കണ്ടി വിടുന്ന ആ വളർച്ചയുണ്ടല്ലോ, ആ വളർച്ചയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ലോൺ അഗ്രിമെന്റിനെ പറ്റി പറയുന്നു. ലോൺ അഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് കൺസൾട്ടൻസി യാഥാർത്ഥ്യമായിരിക്കുന്നെന്ന് ഈ നാട്ടിൽ ആർക്കാണ് അറിയാത്തത് എന്നതുകൊണ്ട് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. നിങ്ങൾക്കൊന്നെങ്കിൽ റദ്ദാക്കാമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് റദ്ദാക്കാൻ മുന്നോട്ട് വന്നില്ല? ഞാൻ ചോദിക്കുന്നു, പിന്നാലെ ചോദിക്കുന്നതുമായിട്ട് ബന്ധമില്ല. സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന കമല ട്രേഡേഴ്സ് എന്താണ് മറുപടി പറയേണ്ടി വരും. മിനിസ്റ്റീരിയൽ ഡെലിഗേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കാർത്തികന്റെ ഡെലിഗേഷൻ അല്ല. CNAG നിങ്ങളെ പറ്റി മാത്രമാണ്. പിണറായി വെച്ചവര് പിണറായിയുടേത് മാത്രമാണ്. കാർത്തികന്റെ കാലത്ത് എലക്ട്രിസിറ്റി ബോർഡാണ് കരാറിൽ പങ്കുചേർന്നത്. കാർത്തികൻ കോട്ടിയതിൽ 1/3 ഉപകരണങ്ങൾ നിങ്ങൾ വെട്ടിക്കുറച്ചു. ഉദാഹരണത്തിന് പന്നിയാറിൽ 15 മെഗാവാട്ടിന്റെ ഉപകരണം നിങ്ങൾ വെട്ടിക്കുറച്ചില്ലേ? നിങ്ങൾക്ക് മറുപടിയുണ്ടോ? കാർത്തികൻ വെച്ച കൺസൾട്ടൻസ് റദ്ദാക്കിയാൽ കേരളത്തിലൊന്നും സംഭവിക്കില്ലായിരുന്നു. പോളിറ്റ് ബ്യൂറോയുടെ മുന്നിൽ സഖാവ് ബാലാനന്ദൻ PBക്ക് കൊടുത്ത റിപ്പോർട്ട് സഖാവ് അച്യുതാനന്ദൻ നിങ്ങൾ വായിച്ചിട്ടില്ലേ? വായ്പ കരാറില്ലെങ്കിൽ കൺസൾട്ടൻസി കരാറുണ്ടോ? വായ്പ കരാറില്ലാതെ കൺസൾട്ടൻസി കരാറുണ്ടോ? ഡോക്ടർ തോമസ് ഐസക്ക് എങ്കിലും മറുപടി വേണം. വായ്പ കരാറില്ലെങ്കിൽ കൺസൾട്ടൻസി കരാറുണ്ടോ? നിങ്ങൾ പറയുന്നു കൺസൾട്ടൻസി കരാർ അടിസ്ഥാന കരാറാണെന്ന് നിങ്ങൾ ഭാഗങ്ങളെ പറ്റി പറഞ്ഞു പറ്റിപ്പിക്കുന്നത്. KCBക്ക് സാമ്പത്തികമായി അല്ലാതെയോ യാതൊരു ബാധ്യതയും കൺസൾട്ടൻസി കരാറൊന്നുണ്ടായിട്ടില്ല സർ. അനക്സ് ബിയിൽ ചേർത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് SNC തയ്യാറാക്കിയതാണെന്ന് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? മലബാർ ക്യാൻസർ സെന്റർ 89 കോടി രൂപയുടെ പോയി സർ. അത് കണ്ടുപിടിക്കണ്ടോ സർ? സർ സർ, ഈ റൂൾ 58 അനുസരിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് സാർ അവാസ്തവമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തുന്നത്. പിണറായി വിജയന്റെ മകൻ ബക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അവർ ബാംഗ്ലൂരിൽ ജോലി ചെയ്യാണ് സാർ. അവാസ്തവമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ ഈ സഭയിലില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഉന്നയിക്കുന്നത് ശരിയായിട്ടുള്ളതല്ല. അത്തരം പ്രസ്താവനകൾ നീക്കം ചെയ്യുന്നതിന് പലരും പറയുന്നുണ്ട്. അങ്ങ് പരിശോധിച്ച് ഞാൻ പറഞ്ഞത് വിവേക് തായിക്കണ്ടി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലണ്ടിൽ പഠിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പ്ലീസ്, അത് പിണറായി വിജയന്റെ മകനല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളോട് എനിക്ക് ഞാൻ മാപ്പ് ചോദിക്കാൻ മകനല്ലെങ്കിൽ പ്ലീസ്. അപ്പോ സർ ഇവിടെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 89 കോടി രൂപയുടെ പോയി സർ. മലബാർ 89 കോടി രൂപയുടെ
ആ പൈസയുടെ പൈസ സർ കത്തുന്ന പുകയുന്ന പുന്നപ്പയ വയലാറിൽ കുഴിമാടം കൈചൂണ്ടി പറയുന്നു ഞങ്ങൾ. നിങ്ങൾ വിളിച്ചില്ല മുദ്രാവാക്യം? മാറണം, മാറ്റണം, മാറ്റിമറിക്കണം, മാറിയില്ലെങ്കിലോ തീയിട്ടരിക്കണം. ഏതാ നാട്ടിലെ അഴിമതിയെ പറ്റിയാണോ? നാട്ടിലെ അഴിമതിയെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞത്? സർ, ഞാൻ എബ്രാഹിം ലിങ്കൻ ഒരു വാക്ക് കോട്ട് ചെയ്യുന്നു സർ. പിണറായിയോടും CPM-നോടും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. യു ക്യാൻ ഫൂൾ ഓൾ ദി പീപ്പിൾ സം ഓഫ് ദി ടൈം, സം ഓഫ് ദി പീപ്പിൾ ഓൾ ഓഫ് ദി ടൈം, ബട്ട് യു കനോട്ട് ഫൂൾ ഓൾ ഓഫ് ദി പീപ്പിൾ ഓൾ ഓഫ് ദി ടൈം. സർ എന്ന് പറയുന്ന ചുണക്കുട്ടന്മാർ പാർട്ടിയിലുണ്ടാവേണ്ടേ? സർ, മാർക്സിസത്തിന്റെ പേരിൽ പകൽക്കൊള്ള നടത്തുന്ന മാഫിയ സംഘത്തിന്റെ പിടിയിൽ ഒരു പാർട്ടി സെക്രട്ടറി ആകപ്പെട്ടിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും ഗുരുതരമായ അഴിമതിയിലാകപ്പെട്ടിരിക്കുന്നു. എന്ത് പറയാനുണ്ട് സർ? മാനസം കല്ലല്ലാതുള്ള മാനവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിത്തിരി നേരം ഇരുന്ന് കരഞ്ഞു പോകണമേ എന്ന് പണ്ട് കവി പാടിയതുപോലെ കേരളത്തിൽ അഴിമതിക്കെതിരെ ചാട്ടവാറിന്റെ ശക്തിയോടെ ചക്രവാളങ്ങൾക്കുമപ്പുറം മുദ്രാവാക്യം വിളിക്കുക. നിങ്ങളുടെ അഴിമതി നിങ്ങളെ തന്നെ തിന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവം അതിന്റെ സന്തതികളെ തിന്നുവെന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കെന്ന് പറയാനുണ്ട്? നിങ്ങൾ കാർത്തികനാണ് കുറ്റവാളി എന്ന് പറയുന്നല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് കാർത്തികനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ധൈര്യം കാട്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ ധൈര്യം കാട്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് പൽപരാജിനെ പിടിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് ശിവദാസൻ ഏട്ടനെ പിടിച്ചില്ല? എവിടെ പോയി നിങ്ങൾ? ഞങ്ങളുടെ പൗരത്വയുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ മത്സരിച്ചത്? നിങ്ങൾക്ക് എന്ത് നിങ്ങളെ തടസ്സപ്പെടുത്തി? നിങ്ങൾക്ക് ബാലാനന്ദന്റെ റിപ്പോർട്ടിനെ തള്ളി പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞു? ഇതാ എന്നിലിരിക്കുന്ന ബാലാനന്ദ കമ്മിറ്റി റിപ്പോർട്ട്. അതിനകത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണെന്ന് അറിയാമോ? അത്യാവശ്യമുള്ള ചില ഉപകരണങ്ങൾ മാത്രം മാറ്റണം. അത്യാവശ്യമുള്ളത് എന്നിട്ട് പറയുന്നു അതിന്റെ അകത്ത് ആവശ്യമുള്ള ഉപകരണങ്ങൾ പണ്ട് നിങ്ങൾ ഹിറ്റാച്ചി കമ്പനി മുറ്റാച്ചി എന്ന് വിളിച്ച ഹിറ്റാച്ചി കമ്പനി എന്ന് വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഖാവ് ബാലാനന്ദൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BHEL കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. പണം കണ്ടെത്തണമെങ്കിൽ FACT പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്നും ഷെയർ എടുത്ത് ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ പണം കണ്ടെത്തുമെന്ന് ബാലാനന്ദൻ പറഞ്ഞിരിക്കുന്നു. ഈ ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് 8ാം ദിവസം നിങ്ങൾ ലാവൽ കമ്പനിയുടെ പിന്നാലെ പോയതിന്റെ ഉദ്ദേശം പച്ചപ്പണമല്ലാതെ മറ്റെന്താണ്? പിണറായി പറയണം, കേരളത്തിന്റെ സമൂഹത്തിന് നോക്കി പറയണം. നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അഴിമതി വിരുദ്ധ സമരം നടത്തുകയല്ലേ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ അഴിമതി വിരുദ്ധ സമരം സത്യസന്ധമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. സത്യസന്ധമുണ്ടെങ്കിൽ നിങ്ങൾ പിണറായി വിജയനോട് ഇതിന് സമാധാനം ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, ഞാനൊരു കാര്യം അയച്ചു കേൾപ്പിക്കാം. CPM ഒരു പഠനം നടത്തി. എനർജി ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് പ്രോജക്ട് EISP ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ പഠിപ്പിച്ചു. ഇത് SNC ലെവലിലാണ് ചെയ്തത്. വൈദ്യുതി ഭവനിൽ വെച്ച് ഇതിന് $7.3 ദശലക്ഷം ചെലവായി. ഇത് പുറത്തു വന്നിട്ടില്ല. ഇത് ഏകദേശം 43 കോടി രൂപ. സൗത്ത് പാർക്കിൽ ഭക്ഷണം. ബോംബെയിൽ അംബാനിയുടെ സ്ഥാപനം കാണാൻ വിമാനത്തിൽ തൊഴിലാളികളെ കൊണ്ടുപോയി. ഇലക്ട്രിസിറ്റി പോലുള്ള ആളുകളെ കൊണ്ടുപോയി. ഇടതു ട്രേഡ് യൂണിയൻ നേതാക്കളെ സൗത്ത് പാർക്കിൽ ഭക്ഷണവും വിമാനത്തിൽ കയറ്റി BSCS-ൽ ബോംബെയിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ കൊണ്ടുപോയി. സ്വകാര്യ സ്ഥാപനമാണ് ബോംബെ സബർബൻ ഇലക്ട്രിക്കൽ സപ്ലൈ. അംബാനിയുടെ കുത്തകളോടുള്ള എതിർപ്പ് എവിടെ പോയി? ഞാൻ കഴിയാൻ താല്പര്യമുണ്ട്. അതിന് നിങ്ങൾ പ്രത്യുപകാരം ചെയ്തു. എറണാകുളത്ത് മുഹമ്മദ് അലിയുടെ മണ്ഡലത്തിൽ പാതാളത്ത് BSCS-ന് നിങ്ങളൊന്ന് കൊടുത്തു. സ്വകാര്യ പ്രോജക്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നു. ഇവിടെ ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഈ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ഉത്തരം പറയണം. അങ്ങ് കൺക്ലൂഷൻ പ്ലീസ്. സാർ, എനിക്ക് 18 മിനിറ്റ് സർ. 2 മിനിറ്റുള്ള രാജേന്ദ്രന് 15 മിനിറ്റ്.
അങ്ങ് സമയം കൺക്ലൂഡ് ചെയ്യണം. സർ, KSCB-യിലെ വിദഗ്ധന്മാരുടെ അഭിപ്രായം ആരായാതെ ലാവലിനുമായി കരാറപ്പെടാൻ ആവേശം കാണിച്ചതിന്റെ പിന്നിലെ ചാലകശക്തി എന്താണ്? പണമാണോ മറ്റെന്തെങ്കിലുമാണോ? ആഗോള ദീർഘാസ് ഒഴിവാക്കിയതിന്റെ ചാലകശക്തി എന്താണ്? പ്രേരണ എന്താണ്? പണമാണോ മറ്റെന്തെങ്കിലുമാണോ? കൺസൾട്ടൻസ് ഇനത്തിൽ ഒഴിവാക്കാമായിരുന്ന 20 കോടി എന്തുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കിയില്ല? ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഫീസിബിലിറ്റി സ്റ്റഡി നിങ്ങൾ നടത്തിയില്ല? അതുപോലെ ഡിസൈനിലെ ന്യൂനതകളെ സംബന്ധിച്ച് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല? സർ, CEC-യുടെ ശുപാർശ കണക്കിലെടുക്കാതിരുന്ന എന്തുകൊണ്ട്? സമയം സർ, ഇനി 8 മിനിറ്റ് ഉണ്ട് സർ. സർ, ഏതെങ്കിലും തർക്കം വന്നാൽ ഏതെങ്കിലും തർക്കം വന്നാൽ ഇന്ത്യൻ നിയമം ബാധകമാണെന്ന് കാർത്തികേയന്റെ MOU പറഞ്ഞിരുന്നു. കാർത്തികേയന്റെ MOU മാറ്റിയിട്ട് നിങ്ങൾ കാനഡയിലെ ഒരു പ്രസിഡൻസിയിലെ ആ നിയമം ബാധകമാണെന്ന് എഴുതി ചേർത്ത് എന്തിന്? ഡയറക്റ്റ് പർച്ചേസ് എഗ്രിമെന്റ് പിണറായി ഉണ്ടാക്കാനുണ്ട്, ഉണ്ടാക്കിയില്ലേ? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിങ്ങൾ തെറ്റിച്ചില്ലേ? പ്രത്യേക അക്കൗണ്ട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ തുടങ്ങിയിട്ടും പണം എവിടെ പോയി? അവികസിത രാജ്യങ്ങൾക്ക് 4% കമ്മീഷൻ പാടില്ല എന്നത് പിണറായി ലംഘിച്ചില്ലേ? മേഘാലയയിലെ ഉമിയം പ്രോജക്ടിന്റെ താരതമ്യം പോലും ഈ കാര്യത്തിലുണ്ടോ? സർ, കേരളത്തിൽ പുലമാട കുടിലുകളിൽ വിപ്ലവത്തിന്റെ പുതിയ സൂത്രങ്ങളുയർത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെക്രട്ടറി വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ോണിതവും അണിഞ്ഞു ശിവശിവ എന്ന മട്ടിൽ കിടക്കുമ്പോൾ സർ, കേരള ജനത ലജ്ജിച്ച് സർ, ഞാൻ ഈ പ്രമേയത്തെ അനുകൂലിക്കുകയാണ് സർ. താങ്ക് യു.